സോ ഇന്നത്തെ വീഡിയോ ആണ് കഴിഞ്ഞ വർഷത്തെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഹിറ്റ് ആയിട്ടുള്ള കൈജു നമ്പർ 8. ആൻഡ് ഈ വീഡിയോയിൽ നമ്മൾ സീസൺ 1 ഫുള്ളായിട്ട് കവർ ചെയ്യും. ആൻഡ് എന്തൊക്കെയാണോ സീസൺ 1 നടന്ന എല്ലാം നമ്മൾ കവർ ചെയ്യും. ഒരു ആക്ഷൻ കോമഡി ജോണറിൽ വരുന്ന വൺ ഓഫ് ദ ഫൈനസ്റ്റ് അനിമയാണിത്. സോ വൺ പഞ്ച് മാൻ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഇതും നിങ്ങൾക്ക് ഇഷ്ടമാവും. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് പരിഗണിക്കുക. സോ കൂടുതൽ പറഞ്ഞ് സമയം കളയുന്നില്ല, കൈജു നമ്പർ 8 തുടങ്ങാം. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് കീപ് വാച്ചിങ്. സോ കഥ നടക്കുന്ന റിയാലിറ്റിയിൽ ഒരുപാട് കൈജൂസ് ഉണ്ട്. കൈജൂസ് എന്ന് വെച്ചാൽ നമ്മുടെ ഗോഡ്സിലൊക്കെ പോലെ ഇവർ മനുഷ്യന്മാരെ ഒരുപാട് ഉപദ്രവിക്കും. ആൻഡ് ഇവരെടുത്തുനിന്ന് രക്ഷിക്കുന്ന ടീമാണ് ഡിഫൻസ് ഫോഴ്സ്. നമ്മുടെ പ്രൊട്ടാഗണിസ്റ്റ് ആയിട്ടുള്ള കാഫ്കയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫൻസ് ഫോഴ്സിലെ ലീഡർ ആവണമെന്നാണ്. പക്ഷെ ഇവന് കിട്ടുന്ന ജോലി പ്രായപരിധി കഴിഞ്ഞതിന് കാരണം ഇപ്പോൾ ഡിഫൻസ് ഫോഴ്സ് കൊന്ന കൈജുവിന്റെ ഷിറ്റെല്ലാം ക്ലീൻ ആക്കലാണ്. അതെ, കൊന്ന കൈജുവിന്റെ ഈ അവശിഷ്ടങ്ങളെല്ലാം ക്ലീൻ ആക്കലാണ് അവന്റെ ജോലി. ആൻഡ് ഇതെല്ലാം തുടങ്ങാൻ ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ടാവില്ല. അവന്റെ ഫ്ലാഷ് ബാക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ഒരു ഫ്രണ്ട് ഉണ്ടായിരിക്കും, മീന എന്ന് പറഞ്ഞിട്ട്. അവർ രണ്ടുപേരും ചെറുപ്പത്തിൽ തീരുമാനം എടുക്കും വലിയ ഓഫീസർ ആവും, ഡിഫൻസ് ഫോഴ്സിലെ വലിയ ഓഫീസർ ആവും, കൈജീസിനെല്ലാം കൊന്നു കളയെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇവന് പ്രായം കൂടി കൂടി പോയി പരീക്ഷയിലെല്ലാം പൊട്ടിയിട്ട് ഇവനെ കൊണ്ട് അത് ക്ലിയർ ചെയ്യാൻ പറ്റില്ല. ചെറുക്കൻ നമ്മുടെ ആളാ. ആൻഡ് ഇവനെ കൊണ്ട് ഈ എക്സാം ഒന്നും ക്ലിയർ ചെയ്യാൻ പറ്റില്ലെങ്കിലും ആ മീന എന്നുള്ള പെൺകുട്ടി എല്ലാം ക്ലിയർ ചെയ്ത് ഒരു ബാഡ് ആസ് ആയിട്ടുള്ള ക്യാപ്റ്റൻ ആയിട്ടുണ്ടാവും ആ ഡിഫൻസ് ഫോഴ്സിലെ. കാസ്ക് ആണെന്നുണ്ടെങ്കിൽ അറ്റൻഡ് ചെയ്ത എല്ലാ എക്സാമും പൊട്ടിയതിനു ശേഷം ഏജ് ലിമിറ്റ് കാരണം പിന്നെ അവൻ ട്രൈ ചെയ്യാണ്ട് ഇങ്ങനെ ക്ലീനിങ് പ്രോസസ്സിലോട്ട് പോകും. ആൻഡ് ഇങ്ങനെ ഡിഫൻസ് ഫോഴ്സ് കൊന്ന കൈജുനെല്ലാം ക്ലീൻ ചെയ്ത് അവന്റെ വേസ്റ്റ് എല്ലാം ക്ലീൻ ചെയ്തുകൊണ്ട് പോകുമ്പോഴായിരിക്കും ഈ മാങ്കയിലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു ക്യാരക്ടറിന്റെ എൻട്രി. ആൻഡ് അവന്റെ പേരാണ് റെനോ ഇച്ചിക്ക. ഇവനും ഇപ്പോൾ വേസ്റ്റ് മാനേജ്മെന്റ് ടീമിലോട്ടാണ് വന്നിരിക്കുന്നത്. ആൻഡ് റെനോ കാഫ്കയുടെ ഹാർഡ് വർക്കിംഗും ഡെഡിക്കേഷൻ എല്ലാം കണ്ടിട്ട് കാഫ്കയോട് പറയും, നീ ഒരിക്കലും ഡിഫൻസ് ഫോഴ്സിൽ ചേരാനുള്ള നിന്റെ ആഗ്രഹം വിട്ട് കളയരുത്, ഇപ്പൊ 33 വയസ്സ് വരെയൊക്കെ അപ്ലൈ ചെയ്യാന്ന് പറയും. ആൻഡ് ഇത് കേട്ട കാഫ്ക ഓക്കെ നെക്സ്റ്റ് ഒരു ചാൻസ് കൂടി ഉണ്ട്, അതിൽ എങ്ങനെയും ക്ലിയർ ചെയ്യണം, ഡെഡിക്കേഷൻ ഇടണം, എഫേർട്ട് ഇടണം എന്നെല്ലാം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രൊട്ടഗണിസ്റ്റ് ആണല്ലേ, എല്ലാം നല്ലപോലെ പോരുതല്ലോ. അപ്പൊ പെട്ടെന്ന് തന്നെ അവിടെ ഒരു കൈജ് വരും റെനോ അറ്റാക്ക് ചെയ്തുകൊണ്ട്. ആൻഡ് ഇവർക്ക് രണ്ടുപേർക്കും അത്ര വലിയ പവറൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ആരെങ്കിലും ഒരാൾ ഇപ്പൊ അവിടെ നിന്നിട്ട് ഒരാൾ രക്ഷപ്പെടാനേ പറ്റുള്ളൂ എന്ന് ആലോചിച്ചിട്ട് കാഫ്ക അവന്റെ വലിയ മനസ്സുകൊണ്ട് തന്നെ റെനോ നീ ഓടിപ്പോക്കോ, ഞാൻ ഇവിടെ നിന്നോണ്ടെന്ന് പറയും. ആൻഡ് ആദ്യം ഓടിപ്പോയ റെനോ വീണ്ടും അവിടെ നിന്ന് തിരിച്ചു വന്നിട്ട് ആ കൈജുവിനെ അറ്റാക്ക് ചെയ്യും. കാരണം ഇവനും ഡിഫൻസ് ഫോഴ്സിൽ ചേരണം എന്നായിരിക്കും ആഗ്രഹം. പക്ഷെ ഇവനെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ആ കൈജു വരെ കഴിക്കും, അതായത് കൊല്ലാൻ നോക്കും. പക്ഷെ അപ്പൊ തന്നെ അവിടെ മീനയുടെ എൻട്രി ഉണ്ടാവും. മീന വന്നിട്ട് ആ കൈജുവിനെ അവിടെ വെച്ചിട്ട് കൊല്ലും. ആൻഡ് കാഫ്ക ചെറുപ്പത്തിൽ ആരെയാണോ പ്രൊട്ടക്ട് ചെയ്യുന്ന പറയുന്നത് അവള് തന്നെ ഇപ്പൊ അവനെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നതുകൊണ്ട് തന്നെ കാഫ്കക്ക് ഇപ്പൊ ആ പരീക്ഷ എങ്ങനെയും ജയിച്ച് ഇവളുടെ കൂടെ ജോലി ചെയ്യണം എന്നുള്ള മൈൻഡിലായിരിക്കും. ആൻഡ് ഇതിനുശേഷം അവർ രണ്ടുപേരും ഹോസ്പിറ്റലിലായിരിക്കും. പെട്ടെന്ന് അവിടെ ഒരു ഫ്ലൈയിങ് കൈജു വരും. നിന്നെ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞിട്ട് ആ കൈജു കാഫ്കയുടെ വായുടെ ഉള്ളിലോട്ട് അങ്ങോട്ട് കയറും. ആൻഡ് ഇവരെ കിടന്ന് അലർന്ന് കണ്ട് റെനോ അങ്ങോട്ട് പോയി നോക്കുമ്പോ അവിടെ കൈജു നമ്പർ 8, ഐ മീൻ കാഫ്ക അല്ല, കൈജു നമ്പർ 8 അല്ല, കാഫ്ക രണ്ടാണെന്ന് വിചാരിച്ചോളൂ. കാരണം രണ്ടും ഒപ്പമായിരിക്കും. ഇവ കൈജു നമ്പർ ഫോമിലാണെന്നുണ്ടെങ്കിൽ കാഫ്ക ആയിരിക്കും കൺട്രോൾ. എന്റെ എന്തപ്പോ ഉണ്ടായെന്ന് മനസ്സിലാവാത്ത കാഫ്കയും റെനയും അവിടെ കിടന്നിട്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുക. അതിനിപ്പോ എന്റെ പവർ അറിയാത്തതുകൊണ്ട് തന്നെ കാഫ്ക അവിടെ ഉണ്ടായിരുന്ന മതിലും എല്ലാം പൊളിക്കും. ആൻഡ് കാഫ്ക ഇങ്ങനെ കണ്ടൊരു കളവൻ അത് ലീക്ക് ആക്കും. അങ്ങനെ ന്യൂസ് ഡിഫൻസ് ഫോഴ്സിലോട്ട് പോകും. ആൻഡ് ഡിഫൻസ് ഫോഴ്സ് വരുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ റെനോയും കാഫ്ക അവിടുന്ന് ഓടിപ്പോയിട്ട് അവന്റെ സീക്രട്ട് എല്ലാം അവർ ഒളിപ്പിച്ച് തന്നെ വെക്കും. കാരണം കാഫ്ക ഇപ്പൊ ഒരു കൈജു ആണെന്ന് ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഇപ്പൊ അവൻ ഏത് ഫോഴ്സിലാണോ എത്ര നാൾ ചേരാൻ ആഗ്രഹിച്ചുകൊണ്ടിരുന്ന അവിടെ ചേരാൻ പറ്റില്ല, അതെന്തായാലും അവിടെ നിന്ന് പോകും. ആൻഡ് ഇതിനുശേഷം അവർ ഡിഫൻസ് ഫോഴ്സിന്റെ ഫൈനൽ എക്സാം എഴുതാൻ വേണ്ടി വരും. അവിടെ ആയിരിക്കും ഷിനോമിയ എന്നുള്ള ഒരു റൈവലിനെ അവന് കിട്ടുക. ആൻഡ് ഈ ലാസ്റ്റ് എക്സാമിന് വേണ്ടിയിട്ട് ഓരോ ഡിഫൻസ് ഫോഴ്സിനും ഒരു സ്യൂട്ട് കൊടുക്കും. കൈജുവിന്റെ തന്നെ ശരീരത്തിൽ നിന്നുണ്ടാക്കിയ ഒരു സ്യൂട്ട് അവർക്ക് എല്ലാവർക്കും കൊടുക്കും. പക്ഷെ ഈ സ്യൂട്ടിന്റെ പവർ പുറത്തോട്ട് വരുന്നുണ്ടെങ്കിൽ ആ ഉള്ളിൽ, അതായത് സ്യൂട്ട് ധരിച്ചിരിക്കുന്ന ആൾ എത്രത്തോളം പവർഫുൾ ആയിരിക്കണം അത് ആലോചിച്ചിട്ടായിരിക്കും. ആൻഡ് ഇതിട്ടതിന് ശേഷം ഓരോരുത്തർക്ക് അവരുടെ പവർ സ്കോർ കിട്ടും. ഓരോരുത്തർക്ക് 14, 16 അങ്ങനെയൊക്കെ ആയിരിക്കും. ഈവൻ ഷിനോമിയക്ക് 46, പക്ഷെ കാഫ്കയ്ക്ക് 0 ആയിരിക്കും. 0% ആണെന്നുണ്ടെങ്കിലും അവൻ ഫൈനൽ റൗണ്ടിലോട്ട് വരുമ്പോൾ അവൻ ഇത്രയും നാളും ക്ലീൻ ചെയ്ത ആ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് തന്നെ ടീം ലോ ലെവൽ കൈജൂസിനെ കൊല്ലാൻ ഒരുപാട് കഷ്ടപ്പെടുന്നതുകൊണ്ട് ഇവൻ വന്ന് ഹെൽപ്പ് ചെയ്യും. ഇവൻ അവന്റെ വീക്ക് പോയിന്റ്സ് പറഞ്ഞു കൊടുക്കും. അവിടെ അറ്റാക്ക് ചെയ്തിട്ട് ലോ ലെവൽ കൈജൂസിനെ എല്ലാം ഈസി ആയിട്ട് കൊല്ലും. അങ്ങനെ കാഫ്ക അവിടെ ഒരുപാട് ഇൻവോൾവ് ചെയ്യും. ആൻഡ് അങ്ങനെ ഒരുപാട് അറ്റാക്ക് ഒന്നും ചെയ്തില്ലെങ്കിലും ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട് തന്നെ അവനെ ടീമിലെടുക്കും. അങ്ങനെ അവൻ അവസാനം ഡിഫൻസ് ഫോഴ്സിലെ
കാഡറ്റ് ആയിട്ട് മാറും. ആൻഡ് ഇതിങ്ങനെ ഒരു പൊസിഷൻ അവന് കിട്ടിയതിന് ശേഷം എന്തൊക്കെ പറഞ്ഞാലും അവനിങ്ങനെ ഓഫീസർ ആയതിനു ശേഷം അവൻ ഒരിക്കലും അവന്റെ കൈജു പവേഴ്സ് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം അത് യൂസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഡിഫൻസ് ഫോഴ്സിലാണ് ഇരിക്കുന്നത്, അവർ തന്നെ അവനെ കൊന്നു കളയും. വേറൊരു കാര്യം കൂടി ഉണ്ട്, ഷിനോമിയും ഉണ്ട്. ഷിനോമി ആണെന്നുണ്ടെങ്കിൽ ഇവനെ തീരെ ഇഷ്ടമല്ലാണ്ട് എപ്പോഴും ഇവനെ അങ്ങനെ ഒരു റൈവലർ ആയിട്ടായിരിക്കും കണ്ടുകൊണ്ടിരിക്കുക. പക്ഷെ അടുത്ത ചാപ്റ്ററിലെല്ലാം മാറും. കാരണം അടുത്തൊരു ട്രെയിനിങ് സെക്ഷനിൽ ഷിനോമിയെ അങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ കൈജു നമ്പർ 9 അപ്പിയർ ആവും. ആൻഡ് ഫോർ ദ ഫസ്റ്റ് ടൈം ഒരു ഇന്റലിജന്റ് ആയിട്ടുള്ള കൈജുവിനെ നമ്മൾ അവിടെ കാണും. അതും ഹ്യൂമൻസിന്റെ ലാംഗ്വേജ് എല്ലാം സംസാരിക്കുന്ന ഒരു കൈജു. പക്ഷെ അവളെ ഫൈറ്റ് ചെയ്യുന്നത് ഷിനോമി അതുകൊണ്ട് തന്നെ എന്തായാലും അവനെ കൊല്ലുന്നെല്ലാം വിചാരിക്കുമ്പോൾ അവിടെ ടിസ്റ്റ് അടിക്കും. ഷിനോമിയെ ആരെങ്കിലും വന്ന് രക്ഷിച്ചാൽ മതി എന്നുള്ള അവസ്ഥയിലായിരിക്കും ഷിനോമിയ. അപ്പോ ലിറ്ററലി ഷിനോമിയ മരിക്കും എന്നുള്ള നിലയിലോട്ട് പോകും. പക്ഷെ എങ്ങനെയൊക്കെയോ ഷിനോമിയെ രക്ഷപ്പെടും. ആൻഡ് ബാക്കപ്പ് ടീം അങ്ങോട്ട് വരുന്നതിന് മുന്നേ തന്നെ കൈജു നമ്പർ 9 അവിടുന്ന് രക്ഷപ്പെടും. പക്ഷെ ഇയാള് പോണതിന്റെ മുന്നേ അവിടെ ബാക്കി ചത്തു കിടന്ന എല്ലാ കൈജൂസിനെയും പവർഫുൾ ആക്കി മാറ്റും. പക്ഷെ അവിടെ നമ്മുടെ പ്രൊട്ടാഗണിസ്റ്റ് ആയിട്ടുള്ള കാഫ്ക വന്നിട്ട് ഷിനോമിയെ രക്ഷിക്കും. എന്റെ കൈജു ഫോമിലോട്ട് മാറിയ കാഫ്ക ഒറ്റ പഞ്ചിൽ തന്നെ അവിടെ ഉണ്ടായിരുന്ന എല്ലാ മോൺസ്റ്ററിനെയും കൊന്നതിന് ശേഷം കാഫ്കയുടെ സീക്രട്ട് ഷിനോമിയക്ക് മനസ്സിലാവും. ഷിനോമിയക്ക് മനസ്സിലായതിനു ശേഷം ഇപ്പൊ രണ്ടുപേർക്ക് അറിയാം, ഷിനോമിയക്കും റെനോക്കും. ഷിനോമിയുടെ അമ്മയെ കൊന്ന ഒരു കൈജു ആണെങ്കിൽ പോലും ഈ കാഫ്ക ഒരു കൈജു ആയതിനു ശേഷം അവളെ അറ്റാക്ക് ചെയ്തില്ല എന്നുള്ള കാര്യം ആലോചിച്ചിട്ട് അവൾ ആരുടെ ഒന്നും പറയില്ല. പക്ഷെ കാഫ്കയോട് പറയും, നീ ഒരു നാൾ കൺട്രോൾ ഇട്ട് പോയി കഴിഞ്ഞാൽ നിന്നെ ഞാൻ തന്നെ കൊല്ലുമെന്ന് പറയും. ആൻഡ് ഇതിനുശേഷം കാഫ്ക ഒരുപാട് ട്രെയിനിങ് എല്ലാം എടുത്തിട്ട് അവന്റെ പെർസെന്റേജ് 1 ആക്കും. ആൻഡ് ഇത് കാഫ്കക്ക് ഒരുപാട് പൊലിവാക്കും. ആൻഡ് ഇങ്ങനെ ഒരു ദിവസം കാഫ്ക ഉറങ്ങാണ്ട് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ വൈസ് ക്യാപ്റ്റൻ ആയിട്ടുള്ള സുഷീറോ അങ്ങോട്ട് വരും. ആൻഡ് ഇങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അവിടെ കൈജു അലേർട്ട് വരിക. കൈജു ഉണ്ട് എന്നുള്ള അലേർട്ട് അവർക്ക് വരും. ആൻഡ് ഇങ്ങനെ അലേർട്ട് വന്നതിന് ശേഷം വന്നതിലൊപ്പം തന്നെ കൈജു നമ്പർ 9 ഉണ്ടായിരിക്കും. ഒരു സൈഡില് മീൻ അവളുടെ ഗണ്ണും വെച്ചിട്ട് ഒരു കൈജുവിനെ ഒറ്റയ്ക്ക് ബ്ലാസ്റ്റ് ചെയ്ത് കൊന്നു കളയും. ആൻഡ് ഇപ്പോഴാണ് കാഫ്ക അവളുടെ ഫുൾ പവർ നേരിട്ട് കാണുക. ആൻഡ് ഈ ബ്ലാസ്റ്റ് ചെയ്തപ്പോ തന്നെ ആ സ്യൂട്ടിൽ ഉണ്ടായിരുന്ന പവർ മീനയുടേത് 96% പോയിണ്ടായിരിക്കും. ആൻഡ് ഇപ്പോഴാണ് കാഫ്കക്ക് കാര്യം മനസ്സിലാവുക, 1ഉം 96ഉം തമ്മിൽ ഒരുപാട് ദൂരം ഉണ്ട് എന്നുള്ളത്. ആൻഡ് ഇവിടെ കാഫ്ക അവന്റെ ഈ കാര്യങ്ങളും 1% കാര്യങ്ങളെല്ലാം ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഒറ്റപ്പുറത്ത് റെനോ കൈജു നമ്പർ 9 ആയിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ആൻഡ് കൈജു നമ്പർ 9 ആണെന്നുണ്ടെങ്കിൽ ഹ്യൂമൻസിനെ കൊന്നിട്ട് അവരുടെ ശരീരം എടുത്തിട്ട് മനുഷ്യരെ പോലെ നടക്കാൻ പറ്റും. ആൻഡ് ഇപ്പൊ ഓൾറെഡി ഡെഡ് ആയ കൈജൂസിനെ വരെ കൈജു നമ്പർ 9 ജീവൻ കൊടുത്തിട്ട് വീണ്ടും അവന്റെ കൺട്രോളിലോട്ടാക്കാം. ആൻഡ് ഇവിടെ റെനോയും അവന്റെ ഫ്രണ്ടും ഇങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കാഫ്കക്ക് കാര്യം മനസ്സിലാവും, അവിടെ റെനോയുടെ അടുത്ത് എന്തോ തെറ്റായിട്ട് നടക്കുന്നുണ്ടെന്നുണ്ടെന്ന്. അങ്ങനെ അങ്ങോട്ട് പെട്ടെന്ന് ചെല്ലും. അങ്ങോട്ട് പെട്ടെന്ന് ചെന്നപ്പോൾ തന്നെ റെനോ ഒരുവിധം മരിക്കാറായി എന്നുള്ള നിലയിലായിരിക്കും. റെനോയെ എങ്ങനെ കണ്ട കാഫ്കക്ക് അവന്റെ ആങ്കർ കൺട്രോൾ ചെയ്യാൻ പറ്റാണ്ട് ഭയങ്കര പവർഫുൾ ആയിട്ട് കൈജു നമ്പർ 9 അറ്റാക്ക് ചെയ്യും. ആൻഡ് 9 അപ്പം മനസ്സിലാവും ഇവനായിട്ട് നമുക്ക് മുട്ടി നിൽക്കാൻ പറ്റത്തില്ല എന്ന് മനസ്സിലാവും. ആൻഡ് ഇവര് തമ്മിൽ ഒരു ഫൈറ്റ് ഉണ്ടാവും. ഈ ഫൈറ്റിൽ കാഫ്ക അവന്റെ എക്സ്ട്രീം പവർ എടുത്തിട്ട് ഒരു പഞ്ച് അങ്ങോട്ട് കൊടുക്കും. ആ പഞ്ചിൽ തന്നെ കൈജു നമ്പർ 9 അവിടുന്ന് വാനിഷ് ആയി പോകും. കൈജു നമ്പർ 9 ഓൾമോസ്റ്റ് മരിക്കാറായി എന്നുള്ള നിലയിലോട്ട് പോകും. അങ്ങനെ മരിക്കാറായി കിടക്കുമ്പോഴായിരിക്കും അവിടെ ഡിഫൻസ് ഫോഴ്സ് വരിക. ഈ ഡിസ്ട്രാക്ഷനിൽ തന്നെ കൈജു നമ്പർ 9 അവിടുന്ന് രക്ഷപ്പെടും. ആൻഡ് റെനോയെ അവിടുന്ന് രക്ഷിച്ചതിന് ശേഷം കാഫ്കയും അവിടുന്ന് മെല്ലെ മുങ്ങിയിട്ട് ഒരു വഴിയിലൂടെ അങ്ങനെ നടക്കുമ്പോഴായിരിക്കും നിന്നെ ഞാൻ വിടൂല എന്ന് പറഞ്ഞ പോലെ തന്നെ ഡിവിഷൻ 3 വൈസ് ക്യാപ്റ്റൻ ആയിട്ടുള്ള സെഷൂറ അങ്ങോട്ട് വരിക. സെഷൂറ അങ്ങോട്ട് വന്നതിന് ശേഷം ഇവർ തമ്മിൽ ഭയങ്കര ഒരു ഫൈറ്റ് നടക്കും. ഓൾറെഡി മീനയുടെ പവർ കണ്ട് ഇവൻ ആകെ വണ്ടർ അടിച്ചിരിക്കുകയായിരുന്നു. ഇപ്പൊ സെയിം ഡേയിൽ ഇവന്റെ വൈസ് ക്യാപ്റ്റന്റെ പവർ ഇവന് കാണേണ്ടി വന്നു. എന്തൊക്കെ കാഫ്ക കൈജുവിന്റെ പവറിലാണെന്നുണ്ടെങ്കിലും ഒരുപാട് അവോയ്ഡ് ചെയ്യാൻ നോക്കും. പക്ഷെ സെഷൂറ ഭയങ്കര ഓവർ പവേർഡ് ആയിട്ട് ഓരോ അറ്റാക്കും ചെയ്യും. അവന്റെ സ്പീഡ് ആണെന്നുണ്ടെങ്കിൽ ചിഗിരിയുടെ പോലെ ആയിരിക്കും, അത്രയും സ്പീഡായിരിക്കും. ആൻഡ് ഈ ഫൈറ്റിൽ കാഫ്കയുടെ കോർ ഓൾമോസ്റ്റ് എക്സ്പോസ്ഡ് ആവും. കോർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയം പോലെ, അത് തട്ടിക്കഴിഞ്ഞാൽ ആള് ചാവും. ആൻഡ് ഇങ്ങനെ ഇവൻ, അതായത് കാഫ്ക എങ്ങനെയും ജീവൻ രക്ഷിച്ചാൽ മതിയുള്ള നിലയിൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ശിശിർ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയും ഇവനെ കൊല്ലണം എന്നുള്ള ലെവലിലും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് ഇങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ശിശിറോക്ക് ഡൗട്ട് അടിക്കും, ഞാൻ ഫൈറ്റ് ചെയ്യുന്ന ഒരു കൈജൂനെ ആണോ അതൊരു ഹ്യൂമൻ ആണോ എന്നുള്ളൊരു ഡൗട്ട് അടിച്ചുകൊണ്ടിരിക്കും. ആൻഡ് ഇങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ലാസ്റ്റ് കാഫ്കയ്ക്ക് ഒരു ചെറിയ ഓപ്പണിംഗ് കിട്ടും. ആ ഓപ്പണിംഗിൽ എങ്ങനെയൊക്കെയോ ഫൈറ്റ് ചെയ്തിട്ട് അവൻ അവിടുന്ന് രക്ഷപ്പെടും. പക്ഷെ ശിശിറോക്ക് കാഫ്കയാണ് കൈജു എന്നുള്ള കാര്യം ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവില്ല. ആൻഡ് ഇതിന് ശേഷമാണ് കൈജു നമ്പർ 10 ഇൻവേഷൻ ഉണ്ടായിരിക്കുക. ഒരു മാസീവ് നമ്പർ ഓഫ് യോജു, അതായത് യോജു എന്ന് വെച്ച് കഴിഞ്ഞാൽ കൈജുവിനെ ഒരു താഴെ പൊടിക്ക് ലോ ലെവൽ ഉണ്ടായിട്ടില്ല. അങ്ങനെ യോജുവിന്റെ കൂടെ കൈജു നമ്പർ 10 എൻട്രി ഉണ്ടാവും. ആൻഡ് ഈ കൈജു നമ്പർ 10 അറ്റാക്ക് ഡിഫൻസ് ഫോഴ്സിന്റെ ബേസിനെ തന്നെ ഒരുപാട് ഡാമേജ് ഉണ്ടാക്കും. വെപ്പൺസ്, ആർമേഴ്സ്, റിസർച്ച് സെന്റർ എല്ലാം തകർന്നു പോകും. ആൻഡ് നോർമൽ ആയിട്ട് ഫൈറ്റ് ചെയ്യുന്ന കൈജൂസിനെ വിட ഈ കൈജൂസ് എല്ലാവരും നല്ല ഇന്റലിജന്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇവരെ ഫൈറ്റ് ചെയ്യുന്നത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും. ആൻഡ് ഇതിന്റെ എല്ലാം മെയിൻ കൾപ്രിറ്റ് ആയിട്ടുള്ള കൈജു നമ്പർ 10 നേരെ ശിശൂര പോയി അറ്റാക്ക് ചെയ്യും. ആൻഡ് ശിശൂരവും കൈജു നമ്പർ 10 തമ്മിലുള്ള ഒരു ഭയങ്കര ഫൈറ്റ് അവിടെ നടക്കും. ശിശൂര എത്ര പവർഫുൾ
പവർഫുൾ ആണെന്നുണ്ടെങ്കിലും അവനെ കൊണ്ടൊന്നും അതിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അവിടെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷിനോമിയ വരും. ഷിനോമിയ വന്നിട്ട് ഇവർ രണ്ടുപേരും കൂടി കൈജു നമ്പറിനെ 10നെ കൊന്നു കളയും. പക്ഷെ കൊന്നതിന് മുന്നേ തന്നെ കൈജു നമ്പർ 10 അവിടെ ഒരു ടിസ്റ്റ് അടിക്കും. ഒരു വലിയ മാസീവ് ആയിട്ടുള്ള യോജു ബോംബ് അവിടെ വെച്ചോണ്ട് പോകും. ആൻഡ് ഈ ബോംബ് എങ്ങാനും പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചുറ്റുപാടുള്ള എല്ലാം നശിച്ചു പോകും. ആൻഡ് ആരും അവിടെ പോയി ഫൈറ്റ് എടുക്കാന്നുള്ളൊരു അവസ്ഥയിലായിരിക്കില്ല. അതുകൊണ്ട് തന്നെ കാഫ്ക അവന്റെ കൈജു നമ്പർ 4 ഇതിലോട്ട് മാറും. ആൻഡ് ഇപ്രാവശ്യം കൈജു ആയി മാറിയ കാഫ്കയുടെ പവർ 9.8 ആൾട്ടിറ്റ്യൂഡ് ആയിരിക്കും. ഒരു കൈജുവും ഇതുവരെ 9.8 ഒന്നും തൊട്ടിട്ടുണ്ടാവില്ല. ഓരോ കൈജൂസിനും പവർ ലെവൽ ഉണ്ടായിരിക്കും. ഇപ്പൊ കാഫ്കടത് 9.8 ആയിരിക്കും. ആൻഡ് ഇതിനുശേഷം കാഫ്ക ഒരു പവർഫുൾ ആയിട്ടുള്ള പഞ്ച് എടുക്കും. ആൻഡ് ആ പഞ്ചിൽ ആ മൊത്തം ബോംബും പൊട്ടിയിട്ട് ആകാശത്തോട്ട് പോയി പൊട്ടും. ആൻഡ് ഇങ്ങനെ അവൻ എല്ലാരെയും രക്ഷിക്കും. പക്ഷെ ഇവിടെ എന്താ ഉണ്ടാവാന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ കൈജു ആണെന്നുള്ള കാര്യം എല്ലാ ഡിഫൻസ് ഫോഴ്സിലെ മെമ്പേഴ്സും അറിയും. ആൻഡ് ഇവിടെ കാഫ്കയെ ക്യാപ്റ്റൻ ആയിട്ടുള്ള മീന അറസ്റ്റ് ചെയ്യും. അറസ്റ്റ് ചെയ്തിട്ട് ബേസിലോട്ട് കൊണ്ടുപോകും. ആൻഡ് ഇവിടെ എല്ലാ ഓഫീസേഴ്സും ഇവനും ശരിക്കും ഹ്യൂമൺ ആണോ അതോ കൈജു ആണെന്നുള്ള ഒരു കൺഫ്യൂഷനിലായിരിക്കും. ഇവർക്ക് എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും കാഫ്കയുടെ ഫ്രണ്ട്സിനും മീനയ്ക്കൊന്നും അവനൊരു ഫ്രണ്ട് ആയിട്ടില്ലാണ്ട് വേറൊന്നും കണ്ടിട്ടുണ്ടാവില്ല. ആൻഡ് ഇതിൽ ഡിസിഷൻ എടുക്കുന്നത് ജനറൽ ആയിരിക്കും. ജനറൽ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷിനോമിയുടെ അച്ഛനായിരിക്കും. ആൻഡ് ഷിനോമിയുടെ അച്ഛനായതുകൊണ്ട് തന്നെ ഷിനോമിയ ഒരുപാട് ട്രൈ ചെയ്യും അവനെ രക്ഷിക്കണം എന്നെല്ലാം പറഞ്ഞിട്ട്. പക്ഷെ ഷിനോമിയുടെ അമ്മ ഓൾറെഡി ഒരു കൈജു കാരണം മരണപ്പെട്ടത് കൊണ്ട് തന്നെ ഇയാൾ ഇതൊന്നും കേൾക്കില്ല. ഇയാൾ ഭയങ്കര ഒരു മൊരടനായിട്ടുള്ള ആളായിരിക്കും. ആൻഡ് ഇങ്ങനെ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് സംസാരിക്കും. അങ്ങനെ സംസാരിച്ചൊന്നും കാര്യമില്ല. ഇയാൾ സമ്മതിയില്ല. ആൻഡ് ഇയാൾ നേരെ പോയിട്ട് കാഫ്കയെ കാണും. കഫ്കയെ കാണുന്ന ആദ്യത്തെ ഷോട്ടിൽ തന്നെ ഭയങ്കര റൂത്ത്ലെസ് ആയിട്ട് കാഫ്ക ഒരു ഗണ്ണ് വെച്ചിട്ട് നന്നായിട്ട് അറ്റാക്ക് ചെയ്യും. ബട്ട് ഇവിടെ കാഫ്ക മുഴുവനായിട്ട് മാറാണ്ട് ഒരു പാഴ്ഷ്യൽ അവന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പാഴ്ഷ്യലായിട്ട് കൈജു ആയി മാറും. അവനൊരു ഹ്യൂമൻ തന്നെയാണെന്നുള്ള കാര്യം അവൻ സ്ഥിരീകരിക്കും. പക്ഷെ ഇയാളുടെ അറ്റാക്ക് അതായത് തടുക്കാൻ പറ്റാണ്ട് ഇവൻ അവസാനം ഫുൾ ഫോമിലോട്ട് മാറാൻ തുടങ്ങും. ആൻഡ് ഒരു വഴിയില്ലാന്ന് മനസ്സിലാക്കിയ കാഫ്ക അതിനുശേഷം അവനും തിരിച്ച് അങ്ങോട്ട് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. ആൻഡ് ഇവിടെ എന്താവുന്ന വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് വിചാരിച്ചിട്ട് കാഫ്കയെ പൊസസ് ചെയ്ത കൈജു തന്നെ കാഫ്കയുടെ ബോഡി കൺട്രോൾ എടുത്തിട്ട് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. കാരണം അതിനൊരു സെൻസ് ഉണ്ടായിരിക്കും. ഇപ്പൊ അതിനെ അറ്റാക്ക് ചെയ്യുന്നത് കൈജു വെച്ച് തന്നെ ഉണ്ടാക്കിയ ആയുധങ്ങൾ വെച്ചുകൊണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അതിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അത് കാഫ്കയെ ഫുള്ളായിട്ട് കൺട്രോൾ എടുക്കും. ആൻഡ് ഇയാളും കൈജൂസിനെ വെച്ചുണ്ടാക്കിയ ആയുധങ്ങളെ കൊണ്ട് അറ്റാക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇത് രണ്ട് കൈജൂസ് തമ്മിലുള്ള ഫൈറ്റ് പോലെ മാറും. ആൻഡ് ആക്ച്വലി ഇപ്പൊ ജനറലും അവനെ കൊല്ലണം, കാഫ്കയെ കൊല്ലണം എന്നുള്ള ഇന്റൻഷനിലല്ല ഫൈറ്റ് എടുക്കുന്നത്. കാഫ്ക തന്നെയാണോ ഇപ്പൊ കൈജുവിനെ കൺട്രോൾ ചെയ്യണം എന്നുള്ള കാര്യം ജനറലിന് അറിയണം. അത് ആലോചിച്ചിട്ടാണ് ഇപ്പൊ ജനറൽ കാഫ്കയെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇവിടെ ആകെ ട്വിസ്റ്റ് അടിച്ചിട്ട് കൈജു നമ്പർ 8 ആകെ പവർഫുൾ ആയിട്ട് കാഫ്കയുടെ കൺട്രോൾ മീറിയിട്ട് ആകെ പവർഫുൾ ആയിട്ട് ഫോർട്ടിറ്റ്യൂഡ് എല്ലാം ബ്രേക്ക് ചെയ്ത് ഒരു പവർഫുൾ മോൺസ്റ്ററെ പോലെ ജനറലിന്റെ മുന്നിൽ നിൽക്കും. ആൻഡ് ഇവിടെ ജനറലും ഓൾമോസ്റ്റ് അതായത് ഇല്ലാണ്ടായി, അത് കഴിഞ്ഞു എന്നുള്ള ലെവലിൽ ഇങ്ങനെ നിൽക്കുകയായിരിക്കും. കാരണം ഓൾമോസ്റ്റ് പവേഴ്സ് എല്ലാം യൂസ് ചെയ്ത് കഴിഞ്ഞു, ഇനി ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ള ലെവലിൽ നിൽക്കുമ്പോൾ കാഫ്ക ഉള്ളിൽ ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ആൻഡ് ഇങ്ങനെ ഫൈറ്റ് ചെയ്തിട്ട് അവസാനം ഈ കൈജു ജനറലിനെ ഒരു അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പഞ്ച് എടുക്കും. ആ പഞ്ച് കാഫ്ക കൺട്രോൾ എടുത്തിട്ട് അവന്റെ നെഞ്ചിലോട്ട് തന്നെ കുത്തും. ആൻഡ് ഇങ്ങനെ ചെയ്തുകൊണ്ട് തന്നെ ജനറൽ സേഫ് ആവും. അതോടുകൂടെ തന്നെ കാഫ്കയും ഒരു കൺട്രോൾഡ് കൈജു ആണെന്നുള്ള കാര്യം തീരുമാനിച്ചിട്ട് അവനെ വീണ്ടും ഡിഫൻസ് ഫോഴ്സിലോട്ട് എടുക്കും. ആൻഡ് ഇതോടുകൂടി സീസൺ 1 ഇവിടെ തീരും. അതായത് ഒരു കൈജു തന്നെ ഡിഫൻസ് ഫോഴ്സിൽ ചേർന്നുകൊണ്ട് തന്നെ ഈ സീസൺ ഇവിടെ തീരും. ഇനി അടുത്ത സീസൺ വന്നിട്ട് വേണം. മാങ്ക വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, മാങ്ക നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. ബൈ.